ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോഴിവിടെ ഞാൻ 2 പൈലുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു പൈല് നിങ്ങൾ സെലക്ട് ചെയ്യുക. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പൈലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ ചിന്തകളെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്പ്രെഡ്. ഇവിടെ അവർക്ക് കുറ്റബോധമുണ്ട് എന്ന് കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് പശ്ചാത്താപമുണ്ട്, അവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് എന്ത് സംസാരിക്കണം എന്ന് അറിയാത്തൊരവസ്ഥ, അവർക്ക് എന്തിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധമുണ്ടെന്ന് മനസ്സിലാകുന്നു. അതായത് പറയേണ്ടിയിരുന്ന എന്തോ ഒരു കാര്യം പറയാൻ കഴിയാത്തതിലുള്ള ഒരു ദുഃഖം അവർക്കിപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇതാണ് അവരുടെ മനസ്സിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നത്. കുറ്റബോധം, പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ട് അവരിൽ. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികമായിട്ട് ഓർക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നത് ഞാനിത് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. അതുപോലെ അവർ നിങ്ങളോട് ചെയ്ത എന്തോ ഒരു കാര്യത്തെ അവർ ഓർത്തിട്ട് അവർ ട്രിഗർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ദുഃഖം തോന്നുന്നുണ്ട്, അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. അതുപോലെ അടുത്ത കാർഡായിട്ടുള്ള 9 ഓഫ് സോഴ്സ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതൊരു കൺഫർമേഷനാണ്. അവർക്ക് എന്തോ ഒരു ഭയമുള്ളതായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ അവർക്ക് രാത്രികളിൽ നന്നായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവർക്കൊരു സമാധാനം അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചും രാത്രികളിൽ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവരൊറ്റയ്ക്കാകുന്ന സമയത്ത് അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് രാത്രികളിൽ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളോട് ചെയ്ത എന്തോ ഒരു കാര്യത്തെ ഓർത്തിട്ട് അവർ വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. എന്തോ ഒരു വലിയ റിഗ്രറ്റ് അവരിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണുന്നു. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ എന്തോ നടക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അവരിപ്പോൾ ഹാപ്പിയല്ല. അവരുടെ ജീവിതത്തിൽ അവർ ഒട്ടും ഹാപ്പിയല്ല. ഈ ഒരു കണക്ഷൻ്റെ കാര്യത്തിൽ അവർ ഹാപ്പിയല്ല. എന്തോ ഒരു പേടി, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഒക്കെ അവരെ അലട്ടുന്നുണ്ട് വല്ലാതെ. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാം നേരെ തിരിയും, അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കും എന്നുള്ള തരത്തിലാണ്. അതായത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ സാധിക്കും. പ്രത്യേകിച്ചും വരുന്ന 3 മാസത്തിൽ ചിലത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഈ കണക്ഷനിൽ മാറ്റം വരും. അവർ ഇമോഷണൽ ആകുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ച് ഒരു വലിയ തിരിച്ചറിവ്, റിയലൈസേഷൻ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നു. നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരു റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുന്നതായി കാണുന്നു. എനിക്ക് മനസ്സിലാകുന്നത് അവരതിൽ വിഷമിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ അവരുടെ സോള് ലിറ്ററലി നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയെന്ന് അവർക്ക് അറിയില്ല, പക്ഷെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ മറ്റാരെങ്കിലും അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാകാം. പാസ്റ്റിൽ ഉള്ള ആരോ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ആരോ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു. ആ ഒരു മാനിപ്പുലേഷൻ കാരണമാകാം നിങ്ങളിൽ ചില അകൽച്ചകൾ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അവർക്കതിൽ നല്ല കുറ്റബോധമുണ്ട്. അവർ നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ വളരെയധികം തെറ്റിദ്ധരിച്ചിരുന്നു ഏതൊക്കെയോ രീതിയിൽ. ഈ ഒരു മാനിപ്പുലേഷൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ അവർ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഏത് ബന്ധമായിക്കോട്ടെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേദനിപ്പിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുപോലെ ഇവിടെ 9 ഓഫ് സോഴ്സ് കാണിക്കുന്നത് ഒരുപാട് ചിന്തകളെയാണ്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഏരീസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി ഏതെങ്കിലും ആകാം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ പിന്തുടരാനായിട്ട് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഇവരിൽ ഇപ്പോഴുണ്ടാകുന്നുണ്ട് എന്ന് കാണുന്നു.
അതുപോലെ ഈ ഒരു വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ പിന്നാലെ ഓടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഇവിടെ ചാരിയോട്ട് കാണിക്കുന്നത് ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ്. അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉള്ള ഒരു റിലേഷൻ ആണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാം. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ അവരിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫുൾ കാർഡ് കാണിക്കുന്നത് അവരിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അത് ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവിടെ അവർക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു ബന്ധം കുറച്ച് റിസ്കി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് കുറച്ച് എഫേർട്സ് നടത്തേണ്ട ആവശ്യമുണ്ട് ഇനി ഇത് വീണ്ടും നേരെ ആവണമെങ്കിൽ. അതുപോലെ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും സ്നേഹമുണ്ട്. അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കാതെ എന്തോ ഒരു കാരണത്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാതെ അവർ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ വളരെ മേജറായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് പലതും മനസ്സിലാകുന്നുണ്ട് ഇന്ന്. അതുപോലെ അവരിപ്പോൾ സമാധാനം വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ആ ഒരു സമാധാനം ലഭിച്ചിരുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നായിരുന്നു. ആ ഒരു സമാധാനം അവരിന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് റിയലൈസേഷൻ ഉണ്ടായപ്പോൾ അവർ പലതവണ മാനസികമായിട്ട് അവരെ തന്നെ സ്വയം ടോർച്ചർ ചെയ്തു എന്ന് കാണുന്നു. അവർക്കത് ഇപ്പോൾ മതിയായി. അവരെ സ്വയം ടോർച്ചർ ചെയ്ത് മതിയായി. ഇനി അവർക്ക് സമാധാനം വേണം. അതിന് അവർക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും സമാധാനമായി ഇരിക്കണം. കാരണം അവർക്ക് ആ ഒരു സമാധാനം ലഭിച്ചത് നിങ്ങളുടെ അടുത്ത് നിന്നായിരുന്നു. അവരെ തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അവരുടെ എനർജിയെ ബാലൻസ് ചെയ്യാൻ അവർ വല്ലാതെ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അവരുടെ എനർജിയെ പഴയതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുപോലെ നല്ലതുപോലെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, യൂണിവേഴ്സ് അവരെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ യൂണിവേഴ്സ് ആയിരിക്കാം അവരിൽ ഈ ഒരു കുറ്റബോധവും റിയലൈസേഷനും ഒക്കെ ഉണ്ടാക്കിയത്. എന്തോ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കും. നിങ്ങളത് കാണുക തന്നെ ചെയ്യും. അതുപോലെ ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യുന്നതായിട്ട്, നിങ്ങളിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് കാണുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ഒരു അൺകണ്ടീഷണൽ ലവിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതായത് യൂണിവേഴ്സ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് പോലെ അതിലേക്ക് നിങ്ങൾ വളരുന്നതായി കാണുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ ആകുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ഹോബീസിലൊക്കെ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതുമാകാം. നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. ഈ നിങ്ങളിലുണ്ടായ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ഇപ്പോൾ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതും. നിങ്ങൾ അവരുടെ എനർജിയിൽ നിന്നും നിങ്ങളുടെ എനർജിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ഗ്ലോ ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു തിളക്കം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുന്നില്ല. എന്നാൽ ഈ ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ നിങ്ങൾ ഗ്ലോ ചെയ്യുന്നതായിട്ടാണ് അവർക്ക് കാണുന്നത്. ഈ ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിൽ നിങ്ങൾ കൂടുതൽ തിളക്കമുള്ളവരാവുകയാണ്. നിങ്ങൾ വളരെ സൗന്ദര്യമുള്ളവരാവുകയാണ്. ബാഹ്യ സൗന്ദര്യത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ കാണാതെ പോയ നിങ്ങളുടെ ആന്തരിക സൗന്ദര്യം അവർക്കിപ്പോൾ വേർതിരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓറ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നതായിട്ട് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നു. അത് ഈ ഒരു വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഓക്കെ അല്ല, എന്തോ ചില സങ്കടങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു.
നിങ്ങൾക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഇനിയും ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോടൊപ്പം വിശ്വസിക്കാനോ ഒക്കെ നിങ്ങൾക്കൊരു സങ്കടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് പഴയതുപോലെ അവരെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ ഒക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അതുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെ എവിടെയോ കുറഞ്ഞു പോയതുപോലെ. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഏകാന്തത വേണ്ട എന്ന് തോന്നുന്നു. നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ഞാൻ കാണുന്നു. ഈ ഒരു വ്യക്തിയുടെ ആബ്സെൻസ് നിങ്ങളെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നു. ഈ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ കാത്തിരുന്നു അല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം തകർന്നു പോയതുപോലെ എനിക്ക് കാണുന്നു. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഈ ബന്ധത്തിൽ നല്ല മാറ്റം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയും ഒരുപാട് വെല്ലുവിളികളിൽ അല്ലെങ്കിൽ കുറ്റബോധത്തിൽ കൂടിയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. മുൻപ് പറഞ്ഞതുപോലെ അവർക്ക് കുറ്റബോധവും തിരിച്ചറിവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരും സ്ട്രഗിൾസിൽ കൂടി തന്നെയാണുള്ളത്. ഇതാണ് പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് പൈൽ നമ്പർ 2 ആണെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്പ്രെഡ്. ഇവിടെ മെജീഷ്യൻ ആദ്യമേ സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ്. നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അവരുടെ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ ചിലർക്കുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളിൽ ചിലരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി എന്തോ ചില മാജിക് സ്പെല്ലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് കാണുന്നു. അതായത് അവർ വളരെയധികമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരിലേക്ക് വരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ഏതൊക്കെയോ ടാരോട്ട് റീഡറിനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഈ വ്യക്തി നിങ്ങളുടെ എനർജിയോട് വളരെയധികം അമിതമായിട്ടുള്ളൊരു ഇഷ്ടം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് വളരെയധികം ഒബ്സസ്ഡ് ആണ് ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന ഈ ഒരു കോമ്പിനേഷൻ മെജീഷ്യനും ഡെവിലും അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു കോമ്പിനേഷനാണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ അത്രയധികം ഒബ്സസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ആ ഒരു കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ വളരെയധികം ഒബ്സസ്ഡ് ആണ്. നിങ്ങൾക്ക് പോലും ഇത് ഇപ്പോൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങളിൽ അവർ ഭ്രാന്തമായിട്ട് ഒബ്സസ്ഡ് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ അവരിത് മറച്ചു വെക്കുന്നുണ്ട്, അത് പുറമേ കാണിക്കുന്നുണ്ടാകില്ല. അവരിൽ അനന്തമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. ഇത് കറണ്ട് എനർജിയാണ് ഞാനിപ്പോൾ പറയുന്നത്, മൊത്തത്തിലുള്ള ഓവറോൾ എനർജി അല്ല. അറ്റ് പ്രസൻറ്റ് അവർക്ക് ഇങ്ങനെയാണ് ആ ഒരു തോട്ട്സ് ഉണ്ടാകുന്നത്. അവർ ഒരുപാട് ഫാൻറ്റസീസ് സങ്കല്പിച്ച് കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ലവേഴ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് പാർട്ട്ണർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ ഫിസിക്കൽ അട്രാക്ഷനിലൊക്കെ വളരെയധികം അവർ അട്രാക്റ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കാർഡുകൾ പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കാൻ കഴിയുന്നില്ല എന്നാണ്. നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. അവർക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് ഒരുപാട് ഇമോഷൻസ് ഇപ്പോൾ തോന്നുന്നുണ്ട്. ലവ്, പാഷൻ എല്ലാം അവരിൽ നിങ്ങളോട് ഇപ്പോൾ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഇവയെല്ലാം ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. അത് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അമിതമായിട്ട് ആകുലരാവുകയാണ്. അതവർക്ക് അൺഹെൽത്തി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലിറ്ററലി ഈ ഒരു ചിന്തകൾ അവർക്ക് ഉറക്കം വരാത്ത രീതിയിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉറക്കം വരാത്ത രാത്രികൾ നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ചിന്തകൾ അവർക്ക് നൽകുന്നുണ്ട്. അവർക്ക് രാത്രി ശരിയായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവർക്ക് ശരിക്കും വിശ്രമം ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഉറക്കം പോലും ലഭിക്കുന്നില്ല. അവർക്കൊന്നും തന്നെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുമില്ല. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചിലവഴിച്ച ആ ഒരു മൊമെൻറ്റ്സ് എല്ലാം തന്നെ അവർ ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിന് വിശ്രമം ലഭിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ അവരിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
അവരുടെ തലയിൽ നോൺ സ്റ്റോപ്പായിട്ട് നിങ്ങളുടെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്കും ഈ കാരണങ്ങൾ കൊണ്ട് സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവിടെ 3 ഓഫ് സോഴ്സ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ അവരിൽ വേദന കാണുന്നുണ്ട്. അവർ ഈ ഒരു കണക്ഷനെയോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെയോ ഏതോ രീതിയിൽ മുൻപ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായി എനിക്ക് കാണാം. എന്നാൽ അതോർത്ത് അവർക്കിന്ന് കുറ്റബോധമുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ടാകും. വീണ്ടും ഒരു റിയൂണിയൻ സംഭവിക്കും. കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒക്കെ കാണുന്നുണ്ടാകാം. എന്നാൽ ഈ ഒരു വ്യക്തി അവരുടെ സ്വപ്നത്തിൽ നിങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നേരിട്ട് കാണണം, സംസാരിക്കണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എന്തോ ചില കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയെ ട്രിഗർ ആക്കുന്നുണ്ട് എന്ന് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അസൂയപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളിൽ ഒരുപാട് നല്ല ചേഞ്ചസ്, ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങൾ സ്വയം വരുത്തിയിട്ടുണ്ടാകാം. അതവരിൽ അസൂയ ഉണ്ടായതായിരിക്കാം. ചിലപ്പോൾ ഇത് നിങ്ങൾ ഇൻറ്റൻഷനലി ആയിരിക്കില്ല ഈ ഒരു മാറ്റം വരുത്തിയത്. അവരെ അസൂയപ്പെടുത്തണം എന്നുള്ള രീതിയിലായിരിക്കില്ല ഈ ഒരു മാറ്റം വരുത്തിയത്. നിങ്ങൾ മാറ്റം വരുത്തിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്നാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ പണ്ടത്തെ പോലെ അവർക്ക് കൂടുതൽ അവൈലബിൾ ആകുന്നില്ല എന്നുള്ളത് കാണുന്നു. ഒരു പക്ഷേ ഇതാകാം. പണ്ട് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് വന്നു. നിങ്ങളുടെ എനർജിയെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിക്കുന്നു. അത് തന്നെയാണ് അവർ ഇത്രയധികം നിങ്ങളിൽ ഒബ്സസ്ഡ് ആകുന്നതിൻ്റെ കാരണവും. അതുപോലെ മറ്റൊരു കാര്യം, അവർക്ക് നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ഫുള്ളും ശ്രദ്ധ അവർക്ക് ആവശ്യമാണ് എന്ന് കാണുന്നു. അവർ പഴയതുപോലെ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും അവരെ വിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഭയം അവരിൽ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് നിങ്ങളെ നഷ്ടമാകുമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വ്യക്തിക്ക് വല്ലാത്ത ഒരു ആങ്സൈറ്റിയാണ് ഇപ്പോൾ നൽകുന്നത്. അല്ലെങ്കിൽ അവർ ആ ഒരു ആങ്സൈറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരുപാട് ഇമോഷൻസ് ഈ ഒരു സമയത്ത് അവരിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തി ആദ്യം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ അവരത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അതായത് അവരുടെ ഇമോഷൻസ് ഒന്നും അന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ അവർക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നതിനുള്ള കാരണം നിങ്ങൾ പോകുമോ, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തകൾ കാരണമാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവാം. എന്തു തന്നെ ആയാലും ഈ വ്യക്തി ഇപ്പോൾ നല്ല ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അവരിലിപ്പോൾ വേദന ഉണ്ടാകുന്നുണ്ട്. അവരിലിപ്പോൾ വല്ലാത്ത ഒരു പെയിനാണുള്ളത്. അവർ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകിയത് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും അവരിപ്പോഴും നിങ്ങളിൽ ഒബ്സസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിങ്ങളുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ തന്നെയുണ്ട്. ഈ കണക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ മറച്ചു വെച്ച ഇമോഷൻസ് എല്ലാം ഇപ്പോൾ അവർ പുറത്ത് വരുത്തുകയാണ്. ഇപ്പോൾ ആ ഇമോഷൻസ് ഒന്നും അവരുടെ കൺട്രോളിൽ അവർക്ക് വെക്കാൻ സാധിക്കുന്നില്ല. അവരവരുടെ ഇമോഷൻസിനെ മുൻപ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. നിങ്ങളോടുണ്ടായിരുന്ന എല്ലാ ഫീലിങ്സും അവർ ആദ്യം ഒളിപ്പിച്ച് വെച്ചിരുന്നു.
എന്നാൽ ഇപ്പോൾ എല്ലാ ഫീലിങ്സും പുറത്തു വരുന്നു. അതായത് നമുക്ക് കണ്ണുനീര് പിടിച്ചു വെക്കാൻ സാധിക്കില്ല അല്ലേ? ഒരു 5-10 മണിക്കൂറൊക്കെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കും. എന്നാൽ ഒരു പോയിന്റിൽ നമ്മളങ്ങ് വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞു പോകില്ലേ? അതുപോലെയാണ് ഈ ഒരു വ്യക്തി ഒളിപ്പിച്ചു വെച്ചിരുന്ന അയാളുടെ ഇമോഷൻസ് എല്ലാം പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. ലിറ്ററലി എല്ലാ തരത്തിലുള്ള ഇമോഷൻസും അയാളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്കിപ്പോൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. മുൻപ് അവർ അവരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തു, എന്നാൽ ഇനി ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ സ്പേസ് ഇല്ല. അവരുടെ ഈഗോ എല്ലാം മറന്ന് അവരത് പുറത്ത് വിടുകയാണ്. അത് ഈ വ്യക്തിയെ ട്രിഗർ ചെയ്യുന്നുമുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് ഇനി അവൈലബിൾ ആവില്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ല എന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ എനർജിയുടെ പുറകെ പിന്തുടരുമ്പോഴും നിങ്ങൾ അവർക്ക് പിടികൊടുക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പാസ്റ്റിൽ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് വയ്യ എന്നുള്ള ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിയിട്ടുമുണ്ട്. തോന്നുമ്പോൾ വരാനും അല്ലെങ്കിൽ തോന്നുമ്പോൾ പോവാനും ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി അവൈലബിൾ ആവാൻ സാധിക്കാത്ത ഒരാളെ ഇനി വേണ്ട എന്നുള്ള ഒരു പോയിന്റിൽ നിങ്ങൾ എത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പോകുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും അകലം പാലിക്കുന്നു അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുന്നു എന്ന് കാണുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ചില മേഖലകളിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ രീതികൾ എല്ലാം നിങ്ങൾ സ്വയം മാറ്റുന്നതായിട്ട് കാണുന്നു. ഇതാണ് ഈ ഒരു കണക്ഷനോട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള എനർജി. പൈൽ നമ്പർ 2 ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.